ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി കട്ടിയില്ല, അതുപോലെ തന്നെ മുടി നീളമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട, അതുപോലെ തന്നെ അധികം ഐറ്റംസും വേണ്ട. നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഈ ഒരു എണ്ണ ഞാൻ 1.5 മാസത്തോളം സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ എണ്ണ കഴിഞ്ഞ ശേഷം കാച്ചി എടുക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ കട്ട് ചെയ്തിട്ട്, ഇത് വീട്ടിലുണ്ടായ കറ്റാർവാഴയാണ്, ഇനി പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും മതി. അപ്പോൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറയെല്ലാം പോയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു മുള്ളുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അല്ലാതെ ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ തന്നെ അങ്ങ് എടുക്കാവുന്നതാണ്. ആ ഒരു മുള്ള് മാത്രം കളഞ്ഞാൽ മതി. പിന്നെ ആ ഒരു കറയുണ്ടല്ലോ അത് നന്നായിട്ട് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും കുറച്ച്, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാം. അപ്പോൾ നല്ല റിസൾട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് കേകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേകി എടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ജെല്ലുണ്ട് കേട്ടോ. അത് വീട്ടിലുണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ നല്ല ജെല്ലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതൊന്ന് ചെയ്യുന്നത് അരച്ചെടുക്കുകയാണ്. അതിന് വേണ്ടി മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിനകത്തോട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുക. വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഇത് അരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിട്ടോ, ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം കറ്റാർവാഴ എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. ഈ കറ്റാർവാഴയുടെ ഗുണങ്ങൾ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കറ്റാർവാഴ. നമ്മുടെ മുടിയിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലോട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ഓയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ബാക്കി കാര്യങ്ങളിത് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ അടുപ്പിലാണിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലും ചെയ്യാം. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് തീ കത്തിക്കേണ്ടി വരും കേട്ടോ. നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 250 ml നല്ലെണ്ണ ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ 250 ml നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലെണ്ണ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 500 ml ആണ് മൊത്തം എണ്ണ വരുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണയിലോട്ട് നമുക്ക് അരപ്പുണ്ടല്ലോ അതും കൂടാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് ഈ എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ആദ്യം കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും പ്രശ്നമില്ല, മൊത്തത്തിലൊന്ന് ചൂടാവുന്നത് വരെ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഞാൻ ശരിക്കും തീ ഒന്ന് കത്തിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ തീയൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാം. ഇതൊരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം റെഡി ആവുന്നതാണ്. അപ്പോൾ നല്ല എണ്ണയാണ്. ഇത് കുറച്ചൊരു വെള്ളം പോലെയാണ് കേട്ടോ ഉണ്ടാവുക. പക്ഷെ നമ്മൾ തലയിൽ ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ തന്നെ കൊഴിച്ചിലൊക്കെ നിന്ന് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല തിക്കും ആയിട്ടുള്ള മുടി കിട്ടുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.